അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ ഓർഫൻ കെയറിലുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കൊണ്ടുവന്ന ഒരു വീടിൻ്റെ രൂപമാണ്. ഇതിന് ജനാലൊക്കെ ഫിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിലൂടെ ആ കുട്ടി ക്യാഷ് ഇടും ഇതിലേക്ക്. അങ്ങനെ 146 രൂപ ഇതിലേക്ക് ഓരോ ദിവസവും അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പൈസകളുണ്ടാവുമല്ലോ, അതൊക്കെ ഈ ചെറിയൊരു പൈസ ഇടാനുള്ള ഇതിലൂടെ ഇട്ടിട്ടാണ് ഇത് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നിട്ടുള്ളത്. ആ കുട്ടീൻ്റെ ഉമ്മ പറഞ്ഞത് അവരെ കടയിലൊക്കെ പോയി ബാക്കി കിട്ടുന്ന പൈസയും അതൊക്കെ ഈ പെട്ടിയിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അവരൊരാഗ്രഹം പറഞ്ഞു. ആ കുട്ടിയുടെ ഒരാഗ്രഹം കുട്ടി ഉമ്മയോട് പറയാറുണ്ട്, ഉമ്മ എനിക്കൊരു ടീച്ചറാവണം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാലറിയിൽ നിന്ന് ബിസ്മിയിലെ വീട് പദ്ധതിക്ക് ഞാൻ പൈസ കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോളാണത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ ലക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ചലിക്കാനുള്ള ഒരു ഊർജം നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. പിന്നെ ആ ലക്ഷ്യത്തോടൊപ്പം തന്നെ ഒരു ഇൻറ്റൻഷൻ, ഒരു നീയത്ത് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ലക്ഷ്യം ഒരു ടീച്ചറാവണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് നല്ലൊരു ഇൻറ്റൻഷൻ, ഒരു നല്ലൊരു നെയ്യത്തുണ്ട്. ഞാൻ പഠിച്ച് ഒരു ടീച്ചറായി കഴിഞ്ഞാൽ ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ഞാനിവിടെ ബിസ്മിയിലേക്ക് കൊണ്ടുപോയി വീട് പണിക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ ആ കുട്ടി 8ാം ക്ലാസ്സിലാണ്. ഒരു ടീച്ചറാവാൻ ഇപ്പോൾ ഒരു BEd ഒക്കെ കഴിയേണ്ടി വരും. അപ്പം 8 കഴിഞ്ഞ് 9, 10, +1, +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, അപ്പോൾ ഇത്രയും വർഷമുള്ള ആ ഒരു പഠന കാലയളവ് അത് ഒരു അമലു സ്വാലിഹാത്തായിട്ട് മാറും എന്നുള്ളതാണ്. ഒരു ഗോളിനൊപ്പം നമ്മളൊരു നല്ലൊരു നിയ്യത്ത് കൂടി വെക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഗോൾ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പറയാറുണ്ട്, നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ഗോള് നമ്മൾ എഴുതി വെക്കണം. അതല്ലെങ്കിൽ അത് എപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമ്മളെ ദിവസം കാണുന്ന ഒരു സ്ഥലത്ത് അത് നമ്മൾ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് കാണുമ്പം ആ ഗോളിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിൽ മറവി സംഭവിക്കുകയില്ല. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ചെയ്തിട്ടുള്ളത്, ആ കുട്ടിക്ക് ടീച്ചറാവണം. അതോടൊപ്പം തന്നെ ആ ടീച്ചർ ആയതിലൂടെ അവർ കാണുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ പണം ഉപയോഗിച്ച് വീടില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് തൻ്റെ സാലറി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇതുപോലെ ഒരു വീടിൻ്റെ ഒരു വിഷ്വലൈസിങ് രൂപം തന്നെ ആ കുട്ടി ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരു ടീച്ചറായിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഞാൻ എൻ്റെ സാലറി ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞ് ആ ഗോൾ സെറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതിനുള്ള ആ പ്രോസസ്സ് ഇപ്പോൾ തന്നെ അവർ ആരംഭിച്ചു എന്നുള്ളതാണ്. ഓരോ ദിവസവും അതല്ലെങ്കിൽ അവർ കടയിൽ നിന്നൊക്കെ ബാക്കി കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ആ പ്രോസസ്സിങ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് ഏതെങ്കിലും കാലം സാഫല്യമാകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ ആ കുട്ടി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗോൾ സെറ്റ്, ഒരു ഗോൾ വേണം, ആ ഗോളിനോടൊപ്പം തന്നെ ഒരു നല്ല ഇൻറ്റൻഷൻ വേണം. ആ ഇൻറ്റൻഷൻ നമുക്കുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് വിഷ്വലൈസേഷനാണ്. അത് ഇവിടെ ഈ ഒരു കുട്ടി ചെയ്തു. വിഷ്വലൈസിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് പ്ലാനിങ് ആണ്. അതിലേക്ക് എത്തിപ്പെടാനുള്ള സ്റ്റെപ്പുകൾ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കുണ്ടായിരിക്കേണ്ടതാണ് പ്രാർത്ഥനയും തവക്കുലും റജാവും എന്നുള്ളത്. ഇതൊക്കെ നമ്മളെ ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്തു, പ്ലാൻ ചെയ്തു, അതുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല. അള്ളാഹുവിൽ നിന്നുള്ള സഹായവും തൗഫീഖും ഉണ്ടെങ്കിൽ മാത്രം നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അള്ളാഹുവിനോട് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളൊരു സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പം പല ആശങ്കകൾ ഉണ്ടാവും. ഇതെനിക്ക് ഭാവിയിൽ എത്തിപ്പെടാൻ കഴിയുമോ? ഞാനൊരു ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കുമോ? ഞാൻ പഠിച്ചിട്ട് ഇന്ന ഒരു പൊസിഷൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയുമോ? ഇങ്ങനെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഇല്ലാതാവാനാണ്
നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത്. ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭാവിയിലും വർത്തമാനത്തിലും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പം നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ഭാവിയിൽ വരാനിരിക്കുന്ന ആശങ്കകൾ അത് നമ്മളെ വേട്ടയാടില്ല എന്നുള്ളതാണ്. അപ്പോൾ തവക്കുൽ ചെയ്യണം. പിന്നെ ഉണ്ടാവേണ്ടത് റജാ ആണ്, പ്രതീക്ഷയുണ്ടായിരിക്കണം. ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ ഈ 3 കാര്യവും നമ്മൾ അതോടൊപ്പം ഉണ്ടാകണം. അതുപോലെ തന്നെ വേണ്ടത് അടുത്ത സ്റ്റെപ്പ് ആക്ഷനും കൺസിസ്റ്റൻസിയുമാണ്. ഒരു കാര്യം ഗോൾ സെറ്റ് ചെയ്തു, അത് നല്ല ഇൻറ്റൻഷൻ ഉണ്ടായി, വിഷ്വലൈസ് ചെയ്തു, തവക്കുൽ, പ്രാർത്ഥന, റജാ ഒക്കെ ഉണ്ടായി. അതോടൊപ്പം നമുക്കുണ്ടാവേണ്ട വലിയൊരു സംഗതി ആ കാര്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ കുട്ടി അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു ചെറിയ പൈസയാണ് എന്നുണ്ടെങ്കിലും അതിനുള്ള ആക്ഷൻ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം കൺസിസ്റ്റൻസി, ഒരു കാര്യം ചെയ്യുന്നത് അത് എപ്പോഴെങ്കിലും ചെയ്യില്ല, അത് തുടർച്ചയായിട്ട്, ചെറുതാണ് എങ്കിലും അത് തുടർച്ചയായിട്ട് ചെയ്യുക. ഖുർആൻ വായിച്ചപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചു, നമ്മൾ ഒരു നന്മയും നിസാരമാക്കി കളയരുത്. ഒരു കാരക്കപ്പാളി കൊണ്ടെങ്കിലും നരകത്തെ തടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അപ്പം നമുക്ക് വളരെ ചെറുതാണ് എന്ന് തോന്നുന്നതായിരിക്കും ഒരു പക്ഷേ നാളെ ഭീകരമായിട്ടുള്ള നരകശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന 50 പൈസ, 1 രൂപ, 2 രൂപ ഒക്കെ ഇതിലേക്ക് ഇടുകയും അതിവിടെ കൊണ്ട് വരികയും ചെയ്തു എന്നുള്ള. അപ്പോൾ ഇതിൽ മറ്റൊരു സംഗതി ഉള്ളത്, ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ചിന്ത വന്നിട്ടുണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ ഒരു സംഗതി. ഇപ്പോൾ ഈ 146 രൂപ, ആ കുട്ടിയുടെ ആ ഒരു പണം ഒരു വീടിൻ്റെ കല്ലായിട്ടോ സിമൻ്റായിട്ടോ മണലായിട്ടോ ഒക്കെ അത് അവിടെ നിൽക്കും. ആ കുട്ടി പിന്നെ ഒരു ടീച്ചറാവാൻ ഇനിയും കുറേ വർഷങ്ങളെടുക്കും. പക്ഷേ അതിനിടയിൽ ഇത് കഴിഞ്ഞ് അടുത്ത മാസമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ സംഭാവന നൽകുന്നതോടൊപ്പം ഒന്നിലധികം വീടുകളിൽ പങ്കാളിത്തം വഹിക്കാൻ ഈ കുട്ടിക്ക് കഴിയും. ഈ കുട്ടിക്ക് മാത്രമല്ല, നമ്മുടെ ഓർഫൻ കെയറിലുള്ള പല കുട്ടികളും ഇതേപോലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രവർത്തകരുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളുമായി സഹകരിക്കുന്ന പലരുടെയും കുട്ടികൾ ഈ ഒരു സൽക്കർമ്മത്തിൽ ഇതുപോലെ തന്നെ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിന്ത അവർക്കുണ്ടാവുക എന്നുള്ളത് വല്ലാത്തൊരു തൗഫീക്കാണ്. കോടികൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എത്രയോ ആളുകളുണ്ടല്ലോ. അതുപോലെ തന്നെ പലരുടെയും മക്കൾ ഹൈ സാലറി വാങ്ങുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ അവരുടെയൊന്നും സാലറി ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് അവർ ലക്ഷക്കണക്കിന് രൂപയും 10,000 സാലറി വാങ്ങുന്നുണ്ടാവും. പക്ഷേ ഒരു വീട് നിർമ്മാണത്തിലേക്ക് എൻ്റെ സാലറി അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് കരസ്ഥമാക്കുന്ന വരുമാനം ഒരു വീട് നിർമ്മാണത്തിന് കൊടുക്കണം എന്നുള്ള ചിന്ത അതിതുവരെ അവർക്ക് തോന്നിയിട്ടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കുട്ടിക്ക് ഈ ഒരു ചിന്ത വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളായാലും നമ്മുടെ മക്കളായാലും ഇനി നമുക്ക് ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാനുള്ളതും ഇത് തന്നെയാണ്. ഈ ഒരു മെസ്സേജ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മക്കൾക്ക് അവരെക്കുറിച്ചൊക്കെ പല സങ്കല്പങ്ങളും സ്വപ്നങ്ങളും നമുക്കുണ്ടാവണം. നമ്മുടെ മക്കൾ ആരായിത്തീരണം, അവർ ഇന്ന കരിയർ അവർക്ക് നേടണം, അവരെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് ഇന്നതിന് ചേർക്കണം. അതോടൊപ്പം തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട മറ്റു കാര്യം, എൻ്റെ മകൻ ഒരു വീടുണ്ടാക്കി കൊടുക്കണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക്. അവൻ്റെ അധ്വാനവും അവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റൊക്കെ ഉപയോഗിച്ച് എൻ്റെ കുട്ടി ഒരു വീട് നിർമ്മാണ പദ്ധതിയിൽ അവനും പങ്കാളിത്തം വഹിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മളെ കുട്ടി ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ ഈ ഒരു ചിന്ത ഇട്ടുകൊടുത്തു. നമ്മളെ ഒന്നെങ്കിൽ ബിസ്മിയുടെ ബോക്സ് വീട്ടിൽ വെച്ചിട്ട് ആ കുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതല്ലെങ്കിൽ ആ കുട്ടിയുടെ കൺസെപ്റ്റിലുള്ള ഒരു ചെറിയ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സാധനം ആ കുട്ടി ഉണ്ടാക്കിയിട്ട് 7ാം ക്ലാസ് മുതൽ ആ കുട്ടി ഈ ഒരു സൽക്കർമ്മത്തിൽ പങ്കാളിത്തം വഹിച്ചു. ആ ആയുഷ്കാലത്ത് എത്ര വീട് പണിക്ക് ആ കുട്ടിയുടെ പണം ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതിൽ പ്രേരിപ്പിച്ച ആ മാതാപിതാക്കൾക്ക് എത്ര പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു അവസരമാണ്. നമ്മൾ ഇപ്പോൾ ഈ 146 രൂപ ഈ ഒരു കുട്ടിയുടെ കയ്യിൽ ആ ഒരു പൈസ ഉണ്ട്. ആ പൈസ നമ്മൾ സാധാരണ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വീട് പണിക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഒരു 146 രൂപ ഒരു വീട് പണി എടുക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുത്താൽ എത്ര പണ്ട് 146 രൂപ ഉണ്ട്, ഇതുകൊണ്ട് എന്താവാനാന്ന് ആളുകൾ ചോദിക്കുക. എന്നാൽ അത് നമ്മുടെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് കൊണ്ട് തന്നെ വളരെ ചെറിയ പൈസയാണ് എങ്കിലും ഈ ഒരു സൽക്കർമ്മത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള ഒരു വലിയ ഒരു അവസരം
നമ്മുടെ സെൻറ്ററിലൂടെ ഇവിടെയുള്ള ആയിരക്കണക്കിന് വിധവകളായിട്ടുള്ള സഹോദരിമാർക്ക് ലഭിച്ചു, നമ്മൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഈ ഓർഫൻ കെയറിലുള്ള 3000-ഓളം കുട്ടികൾക്ക് ലഭിച്ചു. ഇസ്മിയുമായി സഹകരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ. അപ്പോൾ നമ്മുടെ മക്കളെയും നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് കുട്ടികളിലെ ചെറുപ്പത്തിൽ തന്നെ ഒരു സദക്ക ചെയ്യണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്ന, നമ്മളെ സമൂഹത്തിൽ ഇന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ 1 രൂപ പദ്ധതിയിലൊക്കെ നിർമ്മിച്ചു കൊടുത്ത വീടിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഒക്കെ വളരെ ചെറിയ, നമ്മുടെയൊക്കെ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം മാത്രമുള്ള ഷെഡുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ്. അപ്പോൾ ഈ കുട്ടികളോട് നമ്മൾ പറയാണ്, ഈ ഷെഡിൻ്റെ ഒന്നുകിൽ അവരെ അത്തരം ഷെഡുകളിൽ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഇതിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളെ വീട് എത്ര വലിയ വീടാണ്, നമുക്ക് എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ ഒരു നമുക്ക് ലഭിച്ചതിനെക്കുറിച്ചുള്ള ഒരു അനുഗ്രഹങ്ങൾ, എത്ര സൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിനും അതോടൊപ്പം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കാനുള്ള ഒരു മനസ്സ് കുട്ടികളിൽ വളരും എന്നുള്ളതാണ്. ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ആരെങ്കിലും ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ അത് അവൻ കാണുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് എത്രയാണ്? വളരെ വളരെ മൈക്രോ ആണല്ലോ. നമ്മൾ ഈ ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെയിറ്റ്, അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു നന്മയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും നാളെ മഹ്ശറിൽ എത്തുന്ന സമയത്ത് അവിടെ നമുക്കത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കല്ല്, ഇപ്പോൾ ഒരു 50 രൂപ 60 രൂപക്ക് കല്ല് കിട്ടും. അപ്പോൾ ഒരു കല്ലിന് എത്ര വെയിറ്റ് ഉണ്ടാവും? ഇപ്പോൾ ഒരു വീടിന് 10,200-ഓളം കല്ലുകളുണ്ടാവും. ഒരു കുട്ടി ഒരു 7ാം ക്ലാസ് മുതൽ ഈ ഒരു സ്കീമിൽ പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു 40 വയസ്സ് വരെ എത്ര കല്ലുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് പ്രേരിപ്പിച്ച മാതാപിതാക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള ഈ കൂട്ടായ്മയിലൊക്കെ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, ആരാണോ ഈ ഒരു നന്മക്ക് അവരുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഇട്ട് കൊടുക്കുന്നത്, അവർക്കൊക്കെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്ന സമയത്ത് സന്തോഷം നൽകുന്ന നന്മയുടെ തുലാസിൽ ഫമൻ സകുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തി റാദിയ, ആരുടെ തുലാസ് അന്ന് കനം തൂങ്ങിയോ അന്ന് അവൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലായിരിക്കും ഉണ്ടാവുക എന്ന്. അപ്പോൾ ഈ തുലാസിൽ കനം തൂങ്ങാൻ ഹസനാത്തുകളാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഹസനാത്തുകൾ നമുക്ക് സംഭരിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ സെൻറ്ററിലുണ്ട്. അതിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ 1 രൂപ പദ്ധതി. ഒരു ദിവസം 1 രൂപ, നാളേക്കൊരു വീട് എന്നുള്ള ഈ ഒരു പദ്ധതി. അപ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളിലും അയൽവാസികളിലും പരിചയത്തിലുമൊക്കെയുള്ള ആളുകൾക്ക് ഈ ഒരു സന്ദേശം കൈമാറിക്കൊണ്ട് ഈ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, അവർ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുമ്പോൾ അവർ പാമ്പുകളുടെയും മറ്റു ഇഴജീവികളുടെയും പ്രയാസങ്ങൾ, അതിനെയൊക്കെ ഭയപ്പെട്ട് താമസിക്കുന്ന സമയത്ത് സുരക്ഷിതമായി അവർ അന്തി ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മളുടെ മകൻ സംഭരിച്ചു വെച്ചിട്ടുള്ള ഒരു 50 രൂപ ഒരു പ്രയാസപ്പെടുന്ന ഒരു കുടുംബം സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ അത് ഒരു കാരണമായിട്ടുണ്ട് എങ്കിൽ അത് എത്ര സമാധാനം, നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ എല്ലാ വഴികേടിലേക്കും പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നന്മകൾ ചെറുതാണ് എന്ന് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് എങ്കിലും വലിയ വലിയ പ്രതിഫലങ്ങൾ, നമ്മൾക്ക് കണക്കാക്കാൻ കഴിയാത്ത പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന, എല്ലാവർക്കും പങ്കാളിത്തം വഹിക്കാൻ പറ്റുന്ന ഒരു നന്മയാണിത്. അപ്പോൾ ഈ ഒരു ചിന്ത, ഇപ്പോൾ ഈ ഒരു കുട്ടി ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഒരു മോഡൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കുട്ടിയുടെ ആ ഒരു നല്ല മനസ്സ്, ആ കുട്ടിയുടെ ആഗ്രഹം ഒരു ടീച്ചറാവണമെന്നും അതുവഴി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ സഹായിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലാഹു സാഫല്യമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ഒരു ഇത്തരത്തിലുള്ള നന്മയുള്ള കുട്ടികളുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ ഭാവി തലമുറയെ അല്ലാഹു മാറ്റുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.